വീണ വിജയന്റെ വീട്ടിൽ നടന്ന ഇ ഡി റെയ്ഡിന് ശേഷം ഇപ്പോൾ SFIOയിൽ നിന്നും രേഖകൾ കൈമാറാൻ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ ഇ ഡി? ഇതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ ഡി ഇക്കുറി രണ്ടും കൽപ്പിച്ചിട്ടാണ്. കാരണം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ ഇ ഡി ഡയറക്ടർ നേരിട്ടെങ്ങാണ്ട് ഒരു കേസിന് ഹാജരാകുന്ന സമ്പ്രദായം ഇതേവരെ നമ്മൾ കേട്ട് കേൾവില്ലാത്തോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഇല്ലാത്തൊരു എന്താ പറയുക ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പം ഇ ഡിക്ക് അത് ഇ ഡിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം ഇ ഡിയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാവുന്ന ഇ ഡി ഉദ്യോഗസ്ഥരാണ് CPM ൻ്റെയും SFIയുടെയും ഗുണ്ടകൾ തിരുവനന്തപുരത്ത് ആക്രമിച്ചത്. അപ്പം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ പോലെ ഈ മത്സരം നടക്കുന്നത് ഇ ഡിയും അതേപോലെ തന്നെ എന്താ പറയുക പിണറായി അല്ലെങ്കിൽ LDFും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കേസിൽ നിന്ന് പോകുന്നതിലുപരി ഇത് കുറച്ചൊരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പിണറായി വിജയനെ മുഖ്യമന്ത്രി VD സതീശനെ സതീശൻ പ്രധാനമന്ത്രിയെ പോയി കാണുന്നു. തൊട്ടടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ ഇ ഡി റെയ്ഡ് നടക്കുന്നു. ഇ ഡി റെയ്ഡ് നടക്കുന്ന സെക്ഷൻ 17 പ്രകാരമാണ് ഇ ഡി റെയ്ഡ് ഏകദേശം 12ഓളം കേന്ദ്രങ്ങൾ, ബാംഗ്ലൂർ അടക്കമുള്ള 12ഓളം കേന്ദ്രങ്ങൾ നടക്കുന്നത്. അപ്പം ഇതേവരെ കേട്ടുകളിവില്ലാത്തൊരു ഇതാണ്. അത് മാത്രമല്ല, ഏകദേശം 242 വീണുമായി ബന്ധപ്പെട്ട 242 അക്കൗണ്ടുകളാണ് ഇ ഡി ഫ്രീസ് ചെയ്തത്, അഥവാ മരവിപ്പിച്ചിട്ടത്. കാരണം അതിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ സോഴ്സ് എവിടുന്നാണെന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെയാണ് ബന്ധപ്പെട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായ സാധനം വരുന്നത്, ഇന്നിപ്പോൾ കോടതി ഇ ഡി SFIOക്ക് കൊടുത്ത നോട്ടീസ് പ്രകാരം SFIയുടെ കയ്യിൽ ഏകദേശം 134ഓളം ഡോക്യുമെൻറ്റും രേഖകളും ഉണ്ട്. രേഖകൾ എന്ന് പറയുമ്പോൾ 2016 വീണ വിജയൻ കരിമണലുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ട രേഖയുണ്ട് അതിൽ. അതേപോലെ തന്നെ വീണ വിജയൻ്റെ IT രേഖകൾ, അതിൽ ഫണ്ട് എത്ര വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഏകദേശം വരുന്ന 134 രേഖകളാണ് SFIയുടെ കയ്യിൽ. ആദ്യം SFIO കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം SFIO എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ളത്. അതാണ് ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടുള്ളത്. SFIO നാളെ ഇതുവരെ സ്വരൂപീകരിച്ച അല്ലെങ്കിൽ കയ്യിലുള്ള എല്ലാവിധ ഡോക്യുമെൻസും രേഖകളും വീണ വിജയനും അതേപോലെ എക്സാലോജിക്കും CMRലുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡോക്യുമെൻസും എത്രയും പെട്ടെന്ന് ഇ ഡിയിലോട്ട് കൊടുക്കണം എന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പോക്ക് വളരെ ക്ലിയർ ആണ്. എന്ത് വില കൊടുത്തും വീണ വിജയനെ, ഇപ്പം ഷോൺ ജോർജ് വിഷയം ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ വിജയനിലോട്ട് പോകുന്ന കാര്യമല്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഷോൺ ജോർജ് കൃത്യമായിട്ട് പറഞ്ഞത് ഈ സാധനം ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനിലോട്ടാണ് എന്നുള്ളൊരു സാധനം. പക്ഷെ അതേ സമയത്ത് നമ്മൾ അത് ശരിയാണ്, അത് സ്കൂൾ ടീച്ചർ ആയിരുന്നല്ലോ വീണ വിജയൻ. സ്കൂൾ ടീച്ചറിന് ഇത്രയും കോടികൾ കൈമാറേണ്ട കാര്യമില്ലല്ലോ. വീണ വിജയൻ സ്കൂൾ ടീച്ചർ അല്ല, ഒരു എന്താ പറയുക IT ടെക്നോക്രാറ്റ്. അതിന് മുന്നേ സ്കൂൾ ടീച്ചർ ആയിരുന്നു, അതിനുശേഷമാണ് IT വിദഗ്ധയായി. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക മൈക്രോസോഫ്റ്റ് അടക്കമുള്ള പല പ്രമുഖ കമ്പനികൾക്കും ഉപദേശം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പം എന്ത് ഉപദേശമാണ് ഈ പറഞ്ഞ പോലെ വീണ വിജയൻ കൊടുത്ത് എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു അത്ര വലിയ വിദഗ്ധയാണ് കൊടുക്കാൻ. ഇപ്പം മൈക്രോസോഫ്റ്റിനൊക്കെ നിർദ്ദേശം ഇടിക്ക് മറ്റേ ഫോണിന്റെ ഒന്നും പാസ്വേഡ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീണ വിജയൻ അത്യാവശ്യം വിദഗ്ധ തന്നെ ആയിരിക്കും. കാരണം പാസ്വേഡ് ബ്രേക്ക് ചെയ്യാതെ ഇടിക്ക് പോലും പാസ്വേഡ് ബ്രേക്ക് ചെയ്യാതിരിക്കാനുള്ള അത്രയും വിദഗ്ധ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ അതിൽ എന്നറിയില്ലല്ലോ. അല്ല, ഒന്നാമത്തെ കാര്യം ഇ ഡിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ ഫോണിൽ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ സാധനങ്ങൾ എടുക്കുക, അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ പ്രസൻസിൽ മാത്രമേ ഉള്ളൂ ഇ ഡിക്ക് ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ, റൈറ്റ് ഉള്ളൂ. അപ്പം അതിനവർ സമ്മതിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ ടീമുമായി ബന്ധപ്പെട്ട ആ സാധനം ലോക്ക് പൊട്ടിക്കലും. ഇപ്പം ലോക്ക് പൊട്ടിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ ആയാലും സാധാ ആൻഡ്രോയിഡിൻ്റെ ആയാലും അതൊക്കെ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ലോക്കൽ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ വരെ തുറന്നു തരും. അപ്പം ഇത്തരത്തിൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇ ഡി സംബന്ധിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ടെക്നിക്കലായ കുറച്ച് നിയമപരമായ കുറച്ച് വശങ്ങളുണ്ട്. അപ്പം അതിന് ആദ്യം ഈ പറഞ്ഞ അതിനാണ് ഇപ്പം വീണയ്ക്ക് സമൻസ് അയച്ചിട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ സെക്ഷൻ 17 പ്രകാരം റെയ്ഡ് കഴിഞ്ഞു. ഇനി സെക്ഷൻ 50 പ്രകാരം സമൻസ് അയക്കും. സമൻസ് അയച്ചിട്ടാണ് വീണ വിജയനെ നേരിട്ട് ഇ ഡി കസ്റ്റഡിയിലോട്ട് എടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നേരിട്ട് വിളിച്ചു വരുത്തതും. വീണ വിജയന് മുമ്പിൽ വെച്ചിങ്ങാണ്ട് ഓരോ അക്കൗണ്ട് തുറക്കും, മൊബൈൽ പാസ്വേഡ് തുറന്നിട്ട് കൃത്യമായ രേഖകളെല്ലാം അവിടുന്ന് ശേഖരിക്കുന്ന പ്രൊസീജിയറാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഡാറ്റാസ് അല്ലെങ്കിൽ കൂടുതൽ ഡോക്യുമെന്റ് ശേഖരിക്കുക എന്നുള്ളത് ഇ ഡി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ നിലവിൽ SFIO ആണ് ഈ കാര്യം ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാവിധ രേഖകളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, ഇത് പറയുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസും BJP ഒന്നും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? ഇതിലിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമണൽ ബന്ധപ്പെട്ട കേസിലല്ല അവർ വാങ്ങിച്ച ഇലക്ഷൻ ഫണ്ട് എല്ലാ പാർട്ടികളും വാങ്ങിക്കാറുണ്ട്. അതിപ്പം CPM വാങ്ങിക്കും, BJP വാങ്ങിക്കും, കോൺഗ്രസ് വാങ്ങിക്കും. ഇപ്പം ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഒരു ഭാഗത്ത്, അത് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഈ വിഷയത്തിലോട്ട് വരുമ്പോൾ ഇവരൊക്കെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട് CMRLൻ്റെ കയ്യിൽ നിന്ന്. അത് ഇവരൊക്കെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
സതീശൻ്റെയും ചെന്നിത്തലയുടെയും പല നേതാക്കൾ, സതീശനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളടക്കമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സതീശൻ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. എല്ലാ ആൾക്കാരും പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇപ്പൊ സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വീണ വിജയൻ മാത്രമാണ് എക്സാലോജിക്കിലേക്ക് വാങ്ങിച്ചത്. അപ്പൊ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ പാർട്ടി ഇലക്ഷൻ ഫണ്ടിലേക്ക് വാങ്ങാം എന്ന് എന്തെങ്കിലും നിയമം? കുഴപ്പമില്ല, കാരണം സ്വകാര്യ ഇതേ പറഞ്ഞ പോലെ കമ്പനികൾ കൊടുക്കാറുണ്ട് ഇലക്ഷൻ ഫണ്ടിലോട്ട്. ഇപ്പൊ BJPക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത്. അപ്പൊ അവരൊക്കെ സേഫാണ്. കാരണം ഇങ്ങനെ ഒരു ഇതുള്ളതാണ്, നമുക്ക് നിയമപ്രകാരം വാങ്ങിക്കാം, ഇത് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എത്ര കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ വേണം, അതിൻ്റെ ബ്രൗഷറും അതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും, ഡ്രാഫ്റ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പല കാര്യങ്ങളും കയ്യിൽ വെക്കണം എന്നുള്ളതാണ്. അത് ഇവരെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും പല പാർട്ടിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അത് BJPക്ക് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്, ലീഗിന് കൊടുത്തിട്ടുണ്ട്, CPM-ന്റെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ വല്ലാണ്ട് വിഷയം എന്താ പറയുക ഇമോഷണലായി വൈകാരികമായി കൊണ്ടുവരുന്നത് മാത്യു കുഴൽനാടൻ മാത്രമാണ്. ബാക്കി പല ആൾക്കാരും ഇപ്പം ഇലക്ഷന് മുമ്പടക്കം മാത്യു ഈ സാധനം നിയമസഭയിൽ പറയുമ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞത് ഈ വിഷയം അല്ലാണ്ട് സഭയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ മാത്യുവിനെ ഒതുക്കി നിർത്തിയായിരുന്നു. കാരണം ഇവരുടെയൊക്കെ പേര് അതിൽ പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ഇവരെ ഇലക്ഷൻ ഫണ്ട് അഴിമതിയിലുള്ള പേരല്ല, ഇലക്ഷൻ ഫണ്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള പേരുകൾ ഇവരൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതുകൊണ്ടാണ് പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ വല്ലാണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അതേ വർഷം തന്നെയാണ് BJPയിലോട്ട് വരുമ്പോഴും ഇപ്പം ഷോൺ ജോർജാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാണ്ട് വാർത്തകൾക്ക് മുമ്പിൽ ഇരിക്കുന്നതും വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും അവരെ മുമ്പിൽ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഷോൺ ജോർജ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് പറയേണ്ടത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. നിലവിലാൾ MLA കൂടിയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അല്ല ഈ സാധനം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ മുഴുവനായിട്ട് നിശബ്ദനായി നിൽക്കുന്നു. ഷോൺ ജോർജ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പറയുന്ന ഒരു പ്രക്രിയ കാണുന്നത് അതിന് വളരെ കൃത്യമാണ്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പല നേതാക്കന്മാരും ചിലപ്പം അവരൊക്കെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ തെളിവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ തന്നെ തെറ്റല്ല. രാജീവ് ചന്ദ്രശേഖർ അത്യാവശ്യം നല്ല രീതിയിലൊരു ബിസിനസ് ആള് ബാംഗ്ലൂർ അടക്കമുള്ള എന്താ പറയാ ഒരു എന്താ പറയാ എല്ലാവിധ സാങ്കേതിക വിദ്യ അറിയുന്ന ഒരു നേതാവ് തന്നെയാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി ചിലപ്പോൾ വാങ്ങിക്കാണും, അത്രേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പല നേതാക്കന്മാരുടെ പേരുണ്ട്. ഇത് അഴിമതിയുടെ ഭാഗമായിട്ടുള്ള പേരല്ല, ഫണ്ട് സാധാരണ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് CMRL ഇവരെ പേരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പല കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും മിണ്ടാത്തതും ഇതേവരെ പൈസ വാങ്ങിക്കാത്ത പല മാത്യു കുഴൽനാടനെ പോലുള്ള ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വല്ലാണ്ട് മുമ്പോട്ട് വരുന്നതും.